ഒരു കാര്യം ചെയ്യും, ആ 1,00,000 രൂപ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നോ അത്രയും പെട്ടെന്ന് ജോലി കിട്ടും. പിന്നെന്താന്ന് വെച്ചാ എന്റെ അളിയന്റെ അടുത്ത ഫ്രണ്ടും അല്ലേ, ഞങ്ങള് നല്ല ക്ലോസ് ഫ്രണ്ട്സാ. അതുകൊണ്ടാ പറഞ്ഞത് 1,00,000 മതിന്ന്. മോനെ 1,00,000 രൂപയുടെ കൊടുത്ത് 2,000 രൂപയുടെ കൂട്ടിത്തരാം. പക്ഷെ അവനിപ്പോ നാട്ടിലൊരു ചെറിയ ബാർ ഹൗസിലാണ് ഉള്ളത്. എന്നാൽ അങ്ങോട്ട് പോകണമെങ്കിൽ കയ്യിൽ ചില്ലി കാശുമില്ല. നീ വേഗം പോയി 2,000 രൂപ എടുത്തോണ്ടാ ഞാൻ വേഗം പോയിട്ട് വേഗം തിരിച്ചു വരും. എന്നാ വേഗം പോയിട്ട് കാശ് എടുത്തോണ്ട് വരാവോ? ആണോ? ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അളിയന്റെ പൈസ മേടിച്ചോണ്ട് വരാം. ചെല്ലു വേഗം ചെല്ല്. വേഗം 2,000 രൂപ എടുക്ക്. എന്തിനാ? അയ്യോ എടുക്കളിയാ, ഞാൻ പറയാം. എന്തിനാന്ന് പറയടാ. അളിയൻ തരുന്ന 2,000-ന് 1,00,000 ആക്കി ഞാൻ കാണിക്കാം. അപ്പച്ചാ ഇതാ 2,000 രൂപ. പോയിട്ട് മറക്കാതെ 1,02,000 രൂപ എടുത്തോണ്ട് വരണം. മോനെ ഇന്ന് തീയതി ഓർത്ത് വെച്ചു, ഫെബ്രുവരി 28. 2 ദിവസത്തിനകം ഫെബ്രുവരി 30 ആകും. അപ്പൊ ഞാൻ വരാം. നിങ്ങളോട് മേടിച്ച പണം എവിടെയാ കയ്യൊന്ന് കാണിച്ചേ? ഈ ഉള്ളം കൈക്കകത്ത് ഞാൻ വെച്ച്. അപ്പോട്ടും പോയിട്ട് വരട്ടെ. നൈസ് മീറ്റിംഗ് യു. വേഗം പോയി. അത് വരെയും കൈ നീട്ടി പിടിച്ചു വെച്ചോണ്ടിരുന്നു. അളിയാ പൊന്നളിയാ, ആ മണ്ടൻ അപ്പച്ചറ ഞാൻ പറ്റിച്ചളിയാ. അത് പോട്ടെ, 2,000 രൂപ എത്താ ഇതേ? ആ മണ്ടന്റെ കൊടുത്തയച്ചു. ഫെബ്രുവരി 31-ാം തീയതി ആ 1,00,000-ന്റെ കൂടെ 2,000 രൂപയും കൂടി ചേർത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളുടെ താമസം ബാർ ഹൗസിലാ. ഫെബ്രുവരിയിൽ 30 ഇതുപോലും തനിക്ക് അറിഞ്ഞൂടെ? തനിക്ക് വിവരമില്ല. ബാർ ഹൗസ് എന്ന് വെച്ചാ താന് വൈറ്റ് ഹൗസ് എന്ന് വിചാരിച്ചല്ലേ? ബാർ ഹൗസ് എന്ന് വെച്ചാ ഇത്